ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഒറ്റയ്ക്കാക്കി ദൈവമ്മ പോണ്ട. ഞാൻ എന്താ ജയരാമേട്ട ചെയ്യേണ്ടത്? എനിക്ക് അപമാനഭാരം ഇനിയും താങ്ങാനാവുന്നില്ല. ഈ വീട്ടിലെ ആരും നമ്മുടെ കുഞ്ഞിനെ അംഗീകരിക്കില്ല. കളിയാക്കലുകളും കുത്തുവാക്കുകളുമായി ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത്? ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ എല്ലാവരും അറിയും. അതിനുശേഷമുള്ള എന്റെ ജീവിതത്തെ പറ്റി എനിക്കൊരു ധാരണയുമില്ല. അവിവാഹിതയായ പെൺകുട്ടി ഗർഭം ധരിക്കുന്നതിനേക്കാൾ മാനക്കേട് ഞാൻ അനുഭവിക്കേണ്ടി വരും. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നഷ്ടപ്പെടുത്താന്ന് പറഞ്ഞ മീനാക്ഷി പറഞ്ഞതുപോലെ അത് ഞാൻ ജയരാമേട്ടനോട് കാണിക്കുന്ന വലിയ ക്രൂരതയാവും. അതുകൊണ്ട് ഞാനായി തന്നെ മറ്റൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്റെ ശരിയെന്ന ഉറച്ച വിശ്വാസത്തിലാ ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നോട് ക്ഷമിക്കണം ജയരാമേട്ട. ദൈവമ്മയ്ക്കറിയാം മോൾ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അമ്മയോട് മോളെ ക്ഷമിക്ക്.
എന്നെ ഒറ്റയ്ക്കാക്കി ദൈവമ്മ പോവണ്ട. മോളെ, ന്യായീകരണമാണെങ്കിൽ അത് വേണ്ട ദൈവമേ. ഞാൻ ദൈവമ്മയോട് പറഞ്ഞതല്ലേ, എന്റെ വാക്കിന് ദൈവം ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു പ്രവൃത്തിയെപ്പറ്റി ചിന്തിക്കാൻ എങ്ങനെ മനസ്സ് വന്നേ? അതൊന്നും എനിക്ക് അറിയില്ല മോളെ. എല്ലാവരും എല്ലാം അറിയുമ്പോ ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭയം, കുറ്റപ്പെടുത്തുമെന്നുള്ള ആശങ്ക, അതെല്ലാം കൂടി ആലോചിച്ചപ്പോ മനസ്സിന്റെ കണ്ണിൽ ഇരുട്ട് കയറിപ്പോയി. അതിനിതാണോ ദൈവമ്മ വഴി? ഞാൻ അമ്മയെ കണ്ട് സ്നേഹിക്കുന്ന ആള് ഇങ്ങനൊരു പേരുവാണെന്ന് ഓർക്കുമ്പോ ദൈവം എന്നോട് പറയുന്ന ഈ നാണക്കേടിനേക്കാൾ വലിയ നാണക്കേടാ എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാതെന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം ഇത് ചെയ്യും. ദൈവമ്മ കിണറ്റി ചാടി ആത്മഹത്യ ചെയ്തു എന്ന് എല്ലാവരും അറിയുന്നതിനൊപ്പം ഗർഭിണിയായിരുന്നെന്നും കൂടി എല്ലാവരും അറിയും.